3 നേരം നമ്മൾ റെഗുലർ ഫുഡ് കഴിക്കുകയും എന്നാൽ നമ്മുടെ ബോഡിയിൽ നിന്ന് അത് ദഹിച്ചിട്ട് പുറന്തള്ളപ്പെടാതിരിക്കുന്ന അവസ്ഥയാണ് കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം എന്ന് പറയുന്നത്. ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്കേ അതിൻ്റെ ഒരു തീവ്രത മനസ്സിലാവുകയുള്ളൂ. ഈ ഒരു സ്റ്റേജ് നമ്മൾ ഒട്ടും തന്നെ അവഗണിക്കരുത്. കാരണം ഇത് പലതരം അസുഖങ്ങൾക്കും ഒരു കാരണമായേക്കാം. പൈൽസ്, ഫിസ്റ്റുല പോലെയുള്ള പല അസുഖങ്ങൾക്ക് ഇത് കാരണമാകാം. കൂടാതെ നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് അത് തിരിച്ചു വരാനുള്ള സാധ്യതയും അധികമാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു 3-4 ദിവസമായിട്ട് നമ്മുടെ വയറ്റിൽ നിന്ന് പോകാതിരിക്കുന്ന അവസ്ഥയിലുള്ളവർക്ക് ചെയ്യാൻ പറ്റിയൊരു പ്രതിവിധി കേട്ടോ പറയുന്നത്. നമ്മൾ രാവിലെ തന്നെ വെറും വയറ്റിൽ ഒരു 5 നെല്ലിക്ക, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ഗ്ലാസോളം വെള്ളം ചേർത്ത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അടിച്ചതിന് ശേഷം അരിച്ചിട്ട് ഇതൊരു 1/2 ഗ്ലാസ് നമ്മൾ കുടിക്കുക. ഇതിൽ കുറച്ച് ഉപ്പ് ചേർക്കണം എന്നുള്ളവർക്ക് ചേർക്കാം, പക്ഷേ ഒരിക്കലും വൈറ്റ് സോൾട്ട് യൂസ് ചെയ്യരുത്. പിങ്ക് സോൾട്ട് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. ഇത് കുടിച്ചിട്ട് ഒരു 1/2 മണിക്കൂറിന് ശേഷം നമ്മൾ ഹെവി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ പുട്ട്, കടല, അതുപോലെ നമ്മൾ കുറച്ച് ലൈറ്റ് ആവരുത്, കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു ഫുഡ് കഴിച്ചാൽ നമ്മൾ ഒരു മണിക്കൂർ, ഒരു 1.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ, അത്രയും വേണ്ട, ചിലപ്പോൾ 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ കെട്ടിക്കിടക്കുന്ന വേസ്റ്റ് മൊത്തമായിട്ടും എലിമിനേറ്റ് ചെയ്യുന്നതാണ്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വെറും വയറ്റിലാണ് ചെയ്യേണ്ടത്. ഈ ഒരു അവസ്ഥയിലേക്ക് എത്താതിരിക്കുവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം. നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക. ഫൈബർ റിച്ച് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യാം. കക്കിരി നമ്മൾ ഡെയിലി ശീലമാക്കണം. പിന്നെ വൈകിട്ട് ഒരു 5 മണിയുടെയും 6 മണിയുടെയും ഇടയിലായിട്ട് ഒരു 3 ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിക്കാൻ ശ്രമിക്കുക. മൈദ, റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള ബേക്കറി ഐറ്റംസ് ഒന്നും അധികം കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒരു 1/2 മണിക്കൂറെങ്കിലും നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രമിക്കുക. ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ.